ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു ട്രക്കിങ്ങിന് പോവാണ് കേട്ടോ. നമ്മൾ യൂണിറ്റി മല പോവാണ്, മഞ്ചേരിയുള്ള യൂണിറ്റി മലയ്ക്ക്. അപ്പം നമ്മളിതാ ഞാനിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോവാൻ റെഡിയായി ഗായ്സ്. അപ്പോൾ നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. ജീപ്പിൽ പോകുന്നതിൻ്റെ ഊറ്റമാണ് റോമോന്. ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീപ്പിൽ പോകാൻ റെഡിയായി. ഫസ്റ്റ് നമ്മൾ ഒരു ന്യൂ ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ കൂടെ എൻ്റെ നാത്തൂൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, എൻ്റെ 2 നാത്തൂന്മാരുണ്ട് ഗായ്സ്, എൻ്റെ 2 വാലായ. അപ്പോൾ ഞങ്ങളിതാ ബൈക്കിൽ നിർത്തിയൊരു സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല അങ്ങോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടേ വണ്ടി കയറുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ് ഗൈസ്. പിന്നെ അത്യാവശ്യം കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് കയറാനുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര കുന്ന് തോന്നുന്നില്ല, പക്ഷെ നല്ല അത്യാവശ്യം കുന്നുണ്ട് കയറാൻ. പലവട്ടം വീഴാൻ പോയിട്ടുണ്ട്. ഏതായാലും ഞങ്ങളതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അവിടുന്ന് താഴേക്കൊക്കെ നോക്കുമ്പോഴും പിന്നെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഏകദേശം സൺസെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ എത്തിയപ്പോഴേക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. പ്രകൃതി രമണീയമായ കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പം ക്ലിയർ അല്ലേ ഗൈസ്? ഇതാ ഞാൻ എത്ര ഇങ്ങനെ പോയി അറിയോ.
മറനാടുപുള്ളേ മുറിപ്പാടുകളെ കടപ്പാടുകളെ മനക്കോട്ടകളെ തന്തോയത്തോടെ നേരാ നിൽക്കാതെ പായും തേരാ നോക്കാതെ പോകും പോക്കാ കൊള്ളാത്തൊരേറിഞ്ചാളാ നേരാ മറനാടുപുള്ളേ മുറിപ്പാടുകളെ പാമ്പൊക്കെ ഉണ്ടാവും ഗൈസ്, നമ്മൾ കണ്ടില്ല എന്നടിക്കും. പുതിയ കണ്ട് പുതിയ സ്ഥലത്ത് മറനാടുപുള്ളേ മുറിപ്പാടുകളെ കടപ്പാടുകളെ മനക്കോട്ടകളെ തന്തോയത്തോടെ നേരാ നിൽക്കാതെ പായും തേരാ നോക്കാതെ പോകും പോക്കാ കൊള്ളാത്തൊരേറിഞ്ചാളാ നേരാ മറനാടുപുള്ളേ മുറിപ്പാടുകളെ കടപ്പാടുകളെ മനക്കോട്ടകളെ തന്തോയത്തോടെ നേരാ നിൽക്കാതെ പായും തേരാ അതാ പറഞ്ഞു അതാ പറഞ്ഞു എന്തായി എന്തായി എത്ത് പറ്റിയ പാടം മറിഞ്ഞ് അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നല്ല സൺസെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് മെല്ലെ മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ്, നമ്മൾ കയറി പോലെയല്ല, ഭയങ്കരമായിട്ട് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അങ്ങനെ സീലു ഇങ്ങോട്ട് വരുന്ന വഴി കാല് തെന്നി മറിഞ്ഞ് വീണു. പിന്നെ അപ്പം നമ്മൾ വിചാരിച്ചത് വലിയ കുഴപ്പമില്ല. പിന്നെ വീട്ടിലെത്തിയപ്പോൾ കാല് നീര് വന്ന് അങ്ങനെ കൊണ്ടുപോയി കെട്ടിച്ചു. പിന്നെ വലിയ കെട്ടായി. പിന്നെ ഒരാഴ്ച റെസ്റ്റായി ഗൈസ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മളിതാ പോരുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ താഴെ തന്നെ ഒരു ചായപ്പീടിയിൽ കയറി. അപ്പം നേരെ അങ്ങനെ ഇരുട്ടി വരുന്നുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് പരിപ്പ് വട, പിന്നെ ബൂസ്റ്റ് കുലുക്കി, സർബത്ത് അങ്ങനെ എല്ലാം കഴിച്ചു കേട്ടോ. നന്നായിട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തണുപ്പുള്ള എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ടാണ് ബൂസ്റ്റ് കുലുക്കിയൊക്കെ ഓർഡർ ചെയ്തത്. പിന്നെ അതിലേക്ക് സമൂസ, പരിപ്പ് വട, ഉള്ളിവട അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ കുറേ മിഠായികളുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിതാ വണ്ടിയിൽ കയറി. അങ്ങനെ അടിപൊളിയായി. ഒരു ചെറിയ ഈവനിങ് ആയിരുന്നു, അത് നല്ല അടിപൊളിയായി. ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം ഗൈസ്. ഞങ്ങൾ ഈ മലയിൽ നിന്ന് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മല കത്തി ഗൈസ്, തീ പിടിച്ചു.
സാധാരണ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നല്ല ചൂടിൽ അവിടെ കത്താറുണ്ട്. പക്ഷെ ഇതെന്താണെന്നറിയില്ല, 2 ദിവസം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു ദിവസം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട് ഈ മല കത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ കേട്ടോ, വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന മലയാണിത്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.